ഞാൻ വന്നു. യെസ്, ഐ ആം അഗൈൻ. അന്നമരിയേ ഹായ്. പോയി ഉറങ്ങു കോക്കുന്ന. 9:45 മനസ്സിലായ? 9:45. അവിടെ നിനക്ക് 1 മണിയാണ്ട, എന്നിട്ട് നീ ഉറങ്ങുന്നില്ല. ഗൈസ്, ഇന്ന് അവിടെ ഈഗിൾ ഒരാളെ അവിടെ ട്രെയിനിങ് ചെയ്യുവാണ്. മനസ്സിലായില്ലേ? ഒരാളെ അവിടെ ട്രെയിനിങ് ചെയ്യുവാണ്. ആരെന്ന് ചോദിച്ചാൽ കേട്ടോ, ഇതായിരുന്നുണ്ടോ സീമ തന്നെ? ഓ, വന്നടി അവിടെ, വന്നടി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി, വിഷയടി. ഇനിയിപ്പോ ഈഗിള് എന്റെ മാത്രമല്ല വിനീതിന്റെ വായിരിക്കുന്നതും കൂടെ ഈഗിള് കേൾക്കണം. മനസ്സിലായില്ലേ? നീ 2 സ്ഥലത്തുനിന്നും അടിയായി കിട്ടും ഈഗിള്. ഇതാണ് ഇനി. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിനീതിനെ തൊട്ടടുത്ത് തന്നെ റൂമായോണ്ട് പോയി അടിക്കാൻ പറ്റും, എന്നെ അത് പറ്റത്തില്ല. അതുകൊണ്ട് അതിലൊരു വ്യത്യാസമുണ്ട്. തണ്ട്രമേ താങ്ക് യു സോ മച്ച്. 1 കിക്ക് അല്ല 10 കിക്ക്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ലവ് യു, താങ്ക് യു സോ മച്ച്. ഇതിന്റെ സൈഡ് എടുത്ത് മാറ്റിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഫോർസ ലാസ്റ്റ് പോയിന്റ് ടേബിൾ. ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തോറ്റു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വിഷമമാണ്. എൻ്റെ കൂട്ടുകാരന്മാരിങ്ങനെ തോക്കുന്ന കാണുമ്പം അമ്മക്കൊരു ഉള്ളിലൊരു വിഷമം കാണത്തില്ലേ? അത് ആ വിഷമം എനിക്ക് വന്നു തുടങ്ങി. മനസ്സിലായില്ലേ? കാരണം എപ്പോഴും അവർ തോക്കുന്നു, ഞാൻ ജയിച്ച് നിൽക്കുന്നു. അതിലൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടില്ല. ഞാൻ തോറ്റു കൊടുക്കാം അല്ലേ? നമുക്ക് ഡിസ്കൗണ്ടിലോട്ട് പോവാ. നിങ്ങളത് കേട്ടാ? ഒരു ആംബുലൻസ് പോയതാ, പെട്ടെന്ന് പേടിച്ചു. ഹലോ, ലൈവാണ്. ഹലോ, മറ്റേ വയർലെസ് മൈക്കാണ്, അതുകൊണ്ട് പോയവൻ. അല്ല, ഈഗിൾ ബാത്റൂമിൽ പോയപ്പം വിനീത് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പോയത്. അതൊരു ചോദ്യമാണല്ലോ. അല്ല, നീ എന്തിനു മ്യൂട്ട് ചെയ്തത്? ഈഗിൾ എന്തൊക്കെ സൗണ്ട് ഒരാളെ വേണം, അതിനുവേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അതെന്തിനാന്നോ വിനീതേ, എത്ര നാളെന്ന് പറഞ്ഞാ എന്റെ കൂടെ അടിപൊടി മനസ്സിലായില്ലേ? തോപ്പിക്കാനാണ് വേണ്ട, അതിനെ എടുത്തിട്ടേക്കുവാ. എന്തെന്ന് തോപ്പിക്കാൻ കക്കൂസിരുന്ന് എന്റെ ലൈവ് ആണെന്ന്. അയ്യേ കക്കൂസിരുന്നവൻ എന്റെ ലൈവ് ആണെന്ന്. പോടാ, എന്നെ കാണല്ലേ? നീ എന്തിനാ എന്നെ കക്കൂസിരുന്ന് കാണ? നീ കാണല്ലിയാ? നിന്റെ ലൈവിലെ താളമൊക്കെ ഞാൻ കേട്ടടാ. അല്ലല്ല, ഇവൻ ഗോകുന്റെ നീ തോറ്റ. ഞാൻ ആർട്ടോളിലേക്ക് ഷിഫ്റ്റ് ആയി. ഇന്നോട്ട് ഞാൻ ആർട്ടോളിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് സെറ്റ് ആവാൻ 2 ദിവസം എടുക്കും. പക്ഷെ 2 ദിവസം കഴിഞ്ഞ ആളിയാ തൊടാൻ പറ്റൂല നിനക്ക് എന്നെ തൊടാൻ. ഞാൻ യുകെയിലല്ലേ. ആ കോമഡി ഉടനെ തീരും. അത് ശരിയാണ്. ഒന്ന് വിചാരിക്കട്ടെ, അവൻ വയർലെസ് മൈക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതാണ് ഈ ഒരു സൗണ്ട്. എന്റെ സൗണ്ട് വയർലെസ് മൈക്ക് ആയതുകൊണ്ടാണ്. എന്റെ സൗണ്ട് കൂട്ടി വെച്ചോട്ടെ, അല്ല കേക്കത്തില്ല. അല്ല, ഞാൻ കുറച്ചേ ചെയ്തു. നല്ല അടിച്ചു കയറുന്നുണ്ട് ചെവിയില്. അതെന്തൊരു വർത്താനം നീ ഇപ്പൊ പറഞ്ഞേ? കാസ്ട്രോ ജോയിൻ ചെയ്തോ? ഇനി ഒരുത്തനും കൂടെ നാളെ ചിലപ്പോ കൈ ഒടിഞ്ഞ് ആശുപത്രി പോകും ഞാൻ. നമ്മുടെ ബിജിരണ്ണ പോയി അവിടെ ഇരുന്ന് പോയി കളിച്ച് അങ്ങനെ കൈ ഒടിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇവിടെ ഭയങ്കര സീനോടോ എന്റെ അമ്മ.
എന്റെ കൈ ഒടിഞ്ഞില്ല, ഈഗിളിന്റെ ഒടിയാൻ ചാൻസ് ഉണ്ട്. അണ്ണ ഒടിഞ്ഞതല്ലേ Strong പറഞ്ഞത് അല്ലേ? അവിടെ ഇടവില്ലാണ്ട് ഇല്ലല്ല. കോച്ച് കളിക്കുന്ന പറഞ്ഞിട്ട് കോച്ച് കളിക്കുന്ന പറഞ്ഞിട്ട് അത് ഒന്ന് ഗെയിം മുടിച്ചു പറയാം, അത്രേ ഉള്ളൂ. ക്യാസ്റ്റർ നിനക്ക് അക്കൂസ് കയറിയപ്പോ ഞാൻ കക്കൂസൊന്നുമില്ല. കാസ്റ്റർ ജോയിൻ ചെയ്യോ? ഞാൻ ക്ലിക്ക് ചെയ്തല്ലോ. ക്ലിക്ക് ചെയ്താ പോരെ ജോയ് അതെ കൊടുക്കാം. അതെ. ജോയിൻ ആയി കാസ്റ്റർ join ആയി. ഗോകു ആ ഇല്ല പക്ഷെ യു ആർ ഓൾറെഡി ഇൻ കോൺവോയ്. അവന്റെ ഇടത്ത് കാലാ ഒടിയാൻ ആ, അല്ലെങ്കിൽ ഇടത്ത് കാസ്റ്റർ join ആയി കാലിന് വരും, ഇടത്ത് കാലിന് മാത്രം. എടാ ബ്രേക്ക് ഒന്നും ചവിട്ടി അനങ്ങത്തില്ല ബ്രേക്ക്. ആണാ ആ അത് എടാ, 30 ഞാൻ പറയട്ടെ അളിയ 30 കിലോ പ്രഷർ കൊടുക്കണം എന്നാലേ ബ്രേക്ക് അമങ്ങുള്ളൂ. അതാണ് ഈ ബ്രേക്കിന്റെ പ്രത്യേകത. അത് ആ സാധനം സീരാണ്. അയ്യോ അതാണ് സീൻ അളിയ. 30 കിലോ വെയിറ്റ് നമ്മുടെ ഹൈഡ്രോളിക്കാ ഹൈഡ്രോളിക് അതിന്റെ ബ്രേക്ക്, സ്പ്രിംഗ് അല്ല. അപ്പൊ എന്റെ ഇത് വന്നില്ലേ എടാ വിനീതേ, ഇടുന്ന സമയത്ത് ബോറോ ഇവിടെ കാർ ഇല്ലേ? കൊടുക്കണം. ഇവിടെ ഇല്ലേ? ബോറോ കാർ കൊടുക്കാതെ ആ സമയത്ത് സാമാനം വലിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റേസ് തുടങ്ങും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഉള്ള വണ്ടി കൊണ്ടായാലും തുഴഞ്ഞാലും ഞാൻ എത്തും. തുഴഞ്ഞാലും നീ എത്തണ്ട, പിന്നെ നീ തുഴഞ്ഞെത്താൻ നിന്നെ നോക്കിയിരിക്കാൻ ഞങ്ങൾ ഇനി. ഇപ്പോൾ തന്നെ വിട്ട് ബ്രോ സ്ലോ ചെയ്ത് അവിടെ നിക്കണെന്ന്. പിന്നെ നിക്കാളാ, നീക്ക് സ്ലോ ചെയ്ത് ഞാൻ മൂട്ടി നിന്ന് തരാം അവിടെ. ഇത് കൊള്ളാം. വിനേഷിന്റെ പോലെ ഒരു കാറായി. എടാ എന്നെ ക്ലിക്ക് ചെയ്താ ജോയിൻ ചെയ്യാൻ പറ്റും നിനക്ക്? ബ്രോ എനിക്ക് മാരേജിന് പോകാൻ പറ്റിയില്ല ബ്രോ. എന്റെ വീട്ടിൽ നിന്ന് മറ്റേ സിമുലേറ്റർ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് ആ ചേട്ടൻ വന്നത്. അപ്പൊ പിന്നെ അവര് ട്രിവാൻഡ്രത്തു നിന്നും ആള് വന്ന്, പിന്നെ ഡോൺ ചേട്ടൻ നാട്ടിൽ വന്ന്, എല്ലാം കൂടെ ഒരുമിച്ച് ആയതുകൊണ്ട് എനിക്ക് ഒന്നിനും പോകാനും ഇറങ്ങാനും ഇല്ലല്ല. ഞാൻ വിളിക്കായിരിക്കും ഷെയ്ക്കിന്റെ ഇന്ന് തിരക്കായോണ്ട് ഇതിന്റെ ഇടയ്ക്ക് വന്ന് വിളിച്ചോണ്ടിരിപ്പിക്കണ്ടെന്ന്. ഇപ്പൊ വിളിക്കുന്നില്ല ഞാൻ, അതാ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചു പറയാം. ഞാൻ അറിഞ്ഞോണ്ട് പോയിരുന്നതല്ല. എന്റെ ലൈവ് ഒക്കെ ഓ എടാ അത് സുന്ദരനാണോ നീ? അത് ആ കാര്യത്തിൽ എനിക്ക് നോ തർക്കമളിയാ. അതിലൊരു നിന്റെ ഈ സ്വഭാവത്തിലുള്ള ഗുണത്തരത്തിലും അതുപോലെ ഈ വായിന്ന് വരുന്ന വർത്താനത്തിലും മാത്രമേ എനിക്കൊരു ഇതുള്ളൂ കളിയാ. ആ കാര്യത്തിലൊക്കെ നീ സുന്ദരനാണ്. കാണുന്ന ലുക്കൊന്നും അവന്റെ അല്ലല്ലോ, അത് രാധാകൃഷ്ണന്റെ കഴിവ്. പറഞ്ഞു കൊടുക്കല്ലേ, പോയി എന്റെ ജീവിതം പോയി. പപ്പാജി അപ്പൊ അടുത്ത RP സിറ്റുവേഷനിൽ രാധാകൃഷ്ണന്റെ വിളി വരും. അടുത്ത RP സിറ്റുവേഷനിൽ രാധാകൃഷ്ണൻ പാട്ടാക്കാരനെ വീട്ടിൽ കയറി ചെയ്തോളി പ്രാർത്ഥന. ഞാനൊന്നും ചെയ്യേണ്ടി വരില്ല. പണ്ട് സ്ഥാനക്കയറ്റം കിട്ടേണ്ട സ്ഥാനം എന്താ താഴ്ച കിട്ടിയ മനുഷ്യരാ. അതിന്റെ കാരണമൊക്കെ കേട്ടാ ഞെട്ടും നിങ്ങള്. ഒന്നും പറയണ്ട അതൊന്നും വെളിയിറക്കണ്ട. അതൊക്കെ സസ്പെൻസ് ആയിട്ട് നിർത്തിയേക്കണം. നിങ്ങൾ അച്ഛന്റെ കഥകളൊക്കെ കേട്ടാൽ ഞാൻ എങ്ങനെ ഇത്ര തങ്കക്കൂടമായി പോയി നിങ്ങൾ സംശയിക്കും. അതെ അത് സത്യമാണ്. പുള്ളിയെ പട്ടാളത്തിൽ നിന്ന് മറ്റേ ദൂരത്തെ സൈറ്റിൽ വെടിവെക്കാൻ പറഞ്ഞപ്പോ സീനിയർ ഓഫീസറിനെ ചന്തിക്ക് വെടിവെച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടത്. അതൊക്കെ പറയട്ടെ, അതൊന്നുമല്ല. പുള്ളി ഒരു ധീരനായിരുന്നു, ശരിക്കും ധീരൻ. ഇല്ല വിജയണ്ണൻ വീട്ടിൽ വരും. വിജയണ്ണൻ തറയിൽ നിൽക്കത്തില്ല, അച്ഛൻ പൊക്കി മറ്റേ കയ്യില് എല്ലാരും എൻട്രി അടിക്കുക, ലീഡേഴ്സ് കാർ എടുക്കണം. മണ്ണാച്ചി നിന്നോടാ പറഞ്ഞു തരുന്നത് കേട്ടാ വിനീതേ. നീ എല്ലാണോ കക്കൂസ് ഇരിക്കുന്ന മൈക്കാ ഇത്? നിന്റെ മൈക്കിന് എന്തൊരു ഇത് ചെയ്യേരാ. ഗോട്ടിടയ്ക്ക് കുറച്ചു നാളൊന്ന് തോറ്റു കൊടുത്തായിരുന്നു, ബാക്കിയുള്ളവർക്ക് കളി പഠിക്കുക. അത് ശരിയാണ്, നിനക്ക് മനസ്സിലായല്ലേ? തോമസ് ഷെൽവി താങ്ക്സ് ഫോർ ദ കേക്ക്, താങ്ക്സ് സോ മച്ച്. പുത്താണ് തോമസ് ഷെൽവി, ലവ് യു, താങ്ക്സ് സോ മച്ച്. അതെ എന്തൊരു ചിരിക്കട അൽവീര്. അവൾക്ക് ഇത്തിരി ചിരി കൂടുതല. നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. നീ കുറച്ച് മുമ്പ് എനിക്കെതിരെ തിരിച്ചിട്ട് എവിടെന്നെങ്കിലും ആരെങ്കിലും
എങ്ങനെയുണ്ട് വിനീത? ലാസ്റ്റ് നിന്ന് എല്ലാരും വണ്ടിയൊക്കെ കണ്ടുവരാൻ നല്ല രസമുണ്ടല്ലേ? തോട മഞ്ഞൊക്കെ കൊള്ളാം പുതിയ കണ്ടിട്ടില്ല. വാസു ഭക്ത, thank you so much for the 100 kick points with മുത്താണ് വാസു ഭക്ത. Love you, love you. Thank you so much. നമുക്ക് പഴയ മറ്റത് പറ, നോ മടി ഫോർ ലൈക്ക് അടി. എടാ അത് ഞാനല്ല, എന്നെ കണ്ടിട്ട് നിനക്ക് എറർ ഗെയിമർ ആയിട്ട് തോന്നുന്നുണ്ടാ. അത് എറർ ഗെയിമറിന്റെ ആണ്, ഞാനല്ല. കിഡ്നി മാറിപ്പോയി, സ്ഥലം മാറിപ്പോയത്. ബർത്ത്ഡേ പവറിലല്ലോ കോച്ച്. അതെ, ബർത്ത്ഡേ പവറിലല്ലോ, ഏറ്റവും ലാസ്റ്റിൽ തന്നെയല്ലോ இல்ல இன்னைக்கு மைண்ட் சரியில்ல. ബർത്ത്ഡേ ദിവസം அதான் நீங்க எல்லாம் யாரும் இல்லடா இவட ஒத்தைக்கு தடடா இருக்கு கம்ப்யூட்டர் முன்னாடி. നാട്ടിലോട്ട് വാ കോച്ച്. அதான் ஓணும் எப்ப இந்த பிளான் பரா அதுக்கு செட் ஆகணும்ல. നാളെ കൺഫേം ആകത്തുള്ളൂ, ഞാൻ വിളിക്കാൻ പറയാം കോച്ച്. ஓகே ஓகே കുറച്ച് സീക്രമായിട്ട് നാണോ ടിക്കറ്റ്ല ബുക്ക് பண்ணனும். ഓക്കെ ഓക്കെ ഓക്കെ, നാളെ കൂടുതൽ ഇവന്റെ പുലികളി ഉണ്ട് പോര്. ഇവന്റെ അച്ഛന്റെ മറ്റേ ഇതുണ്ട്, വേറെ ഒരു മയിലാട്ടം ഉണ്ട്. ഇവന്റെ അച്ഛൻ മയിലാട്ടം നീ MRC ഗോകുവിന്റെ കിക്കിന്റെ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് നീ കയറിയിട്ടുണ്ട്. നീ എന്റെ കണ്ടൊക്കെ തുളച്ചാൽ അവന് ബ്ലൂ ഷീറ്റ് ഉണ്ട് അവരെ. എന്നാ അവന്റെ വീട്ടിൽ പോ. തിയേറ്റർ കണ്ടാ അത് കണ്ടാ മതി പറ. ഓഫ് റോഡ് സൂപ്പർ കാർ ഇടുന്നു, ഓൺ റോഡ് റാലി ഇടുന്നു. എടാ ഇത് എന്തോടാ? എടാ ഹലോ, ആ എന്തോ എന്നെ വണ്ടി വേണമെന്നില്ല. ഹലോ ഇതെന്തോടാ അറിയാ? എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ? എടാ നീ PO കാണുന്നുണ്ടോ? ആരെല്ലാം എടാ സ്കൈഡാക്കിനോട് ചോദിച്ചു നോക്കടാ, എന്റെ വണ്ടി ഉടക്കി. നിർത്തി കേൾക്കുന്ന പോലില്ല. നിർത്തി ഞാൻ ബാക്ക് വരാം. ഒരു കളി എങ്ങനെ കേറി വന്നപ്പോഴും ചതിച്ചല്ല. എല്ലാരും ഒരുമിച്ചോ? ഒരാളിങ്ങ് എത്തി. എടാ എവിടെ പോവാടാ? പക്ഷേ ഞാൻ ബ്ലൂ ഷിഫ്റ്റ് ഞാൻ നിർത്തിയിട്ടേക്കുവാ. അവിടെ തുടങ്ങിയോ? റെഡി 1 2 3 സ്റ്റാർട്ട്. വാ തുടങ്ങിയോ? എന്റെ വണ്ടി ഇതുപോലെ കോർക്കുമ്പോ ഞാൻ പറയാം ഒന്നുകൂടെ അപ്പം നിർത്തണേ. എന്നാ നിനക്ക് മാത്രമേ കോർക്കുമ്പോ പറ്റത്തുള്ളൂ, നമ്മുടെ വണ്ടി എന്റെ ബഗ്ഗായതാ, ചോദിച്ചു നോക്കി ഇവിടെ. എന്റെ ബഗ്ഗാവും, നിന്റെ അണ്ടിയാവും. നിനക്ക് ബഗ്ഗാവാൻ പറ്റത്തുള്ളൂ. മരം കൊണ്ട് നീ പുറകിന്ന് വാടാ. നമുക്ക് എല്ലാവർക്കും ഒരുമാതിരി മിസ്സാ இல்லடா எனக்கு மிஸ் ஆயிடும். തല്ലുട് കേട്ടോ. Kodikoji, thank you so much for the 500 kick points. I hate you, man. Sorry. Hate you എന്നൊക്കെ പറഞ്ഞില്ല. ലവ്യ തരുന്നല്ലോ ഇങ്ങനെ മാറ്റിപ്പോയത്. சோறு கிடைக்காது, அதனாலதான் அப்படி சொல்றேன். என்ன கோகு കിട്ടിയാ? മനസ്സിലായി.
ആടാ തിരിച്ച് സെയിം അയ്യോ ഇതെന്ത് കൂർത്തം കണ്ടോ ഇവിടെ ഇങ്ങോട്ട്. എന്റെ കംബാക്ക്. ജസ്ട്രോ എടുത്തില്ല കിട്ടിയില്ല. ആ. Off road. പണം. വേണ്ട. പഴയൊരു ആയില്ല. അടോ. എന്റെ തുപ്പത്താ തുറന്ന കത്തോ. പോയില്ലേ ഇത് മനപ്പൂർവല്ലേ. ഹലോ കൊള്ളാട്ടാ. എല്ലാവരും ഒരുമിച്ച് കൊടുക്കും. നമ്മൾ 4 ഫ്രണ്ടിലും ബാക്കി 3 ബാക്കിലും. ബ്ലൂ ഷിഫ്റ്ററൊക്കെ കോശം തോപ്പിച്ചാ. അവിടെ 2 വട്ടി പെട്ടുപോയടോ. അയ്യോ എടുത്തില്ലോ അടുത്തത് അയ്യോ അത് മിസ് മിസ്സാക്കി 15 സെക്കൻഡ് ബാക്ക് കിട്ടും.
ഗോപു എന്തിനു പോകും? അവിടെ just ഇത് പോയി. പോയി. അവിടെ തന്നെ ഇനിതാണോ കത്തിപ്പോയെ? ഹലോ, അല്ല എന്നാ മുമ്പ് പുറകെ കാട്ടി കൂടെ വരുന്നുണ്ട്. വാ. ദിനേശനെ പകുതിക്ക് വെച്ച് കണ്ടായിരുന്നു. ആണോ? ബാബു വല്ല പുലിയെ പിടിക്കാൻ കാട്ടി നിപ്പുണ്ടോ നോക്കിയേ. ആ പുലിയെ പിടിക്കാൻ നിൽപ്പുണ്ട് ബാബു. എന്നാ വിളിച്ചോണ്ട് വാ. പുലി പറിച്ചോണ്ട് പോവാതെ അച്ഛനെ പിടിച്ചോണ്ട് പോവാ പെട്ടെന്ന്. വെയിറ്റ് ചെയ്യേ. പുലിയെ പിടിക്കാൻ പോടാ. ഇവന്റെ അച്ഛൻ ഫോറസ്റ്റുകാരോടെ പുലിയെ പിടിക്കാനൊക്കെ പോടാ. യഥാർത്ഥത്തിൽ തമാശയല്ല. ഓ, എന്നിട്ട് കിട്ടിയിട്ടുണ്ടാ പുലിയെ? പിന്നെ കഴിഞ്ഞോട്ടം പിടിച്ചു കൊടുത്ത്. ഇപ്പൊ പുള്ളിക്ക് ഒരു ബോളില്ല, ഒരു ബോളായിട്ടാ ജീവിക്കുന്നത്. പുലിക്ക് ഹാഫ് ബോൾ ഹാഫ് ടൈഗർ. പുലി കുട്ടിപ്പുലിയായിരുന്നു കളിക്കാൻ. വേറെ എങ്ങനെയായിരുന്നല്ലോ ഇടയില്? എന്റെ ചാറ്റിലൊരു ഗുണേ ഫീൽഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അവന്റെ വായിക്കാതിരുന്നോട്ട് ഇത്. ഞാൻ 5ാമത്തെ പ്രാവശ്യം ആയിരുന്നു. ഈ 5 പ്രാവശ്യം ആയിട്ടോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. തേർഡ് ഇതില് ബ്ലൂ ഷിഫ്റ്ററും ആർട്ടിഫൈസ് കില്ലുവേ. പതിപോലെ ഏറ്റവും ലാസ്റ്റ് കൺഗ്രാറ്റ്സ് വിനീത് ബാബു. നൈസ് വൺ. ബ്രോ ഏറ്റവും ലാസ്റ്റ് അയ്യോ തേർഡ് വേസ്റ്റ് ആക്കി മുൻപ് വന്നിട്ട് still laptop. Yes. Thomas Shelby, thank you so much for the 50 kick first with la puttana. Thomas Shelby, love you. Thank you so much. പക്ഷെ അളിയ ഇത് എന്റെ സീറോ മിസ്റ്റേക്ക് ആയിരുന്നു അളിയ. അത് ശരിയാണ്. പക്ഷേ മിസ്റ്റേക്ക് കാണിച്ചു, അതുകൊണ്ട് പെട്ട്. അതെ, സെയിം മിസ്റ്റേക്ക് സെയിം മിസ്റ്റേക്ക് രണ്ടുവട്ടം ബാക്ക് ടു ബാക്ക് അവിടെ തന്നെ കളഞ്ഞു. അടുത്തോട് സ്ഥലങ്ങളൊക്കെ കാണാനോ മുമ്പേ മഞ്ഞൊക്കെ കണ്ട. ഇപ്പം കാട്ടിക്കൂടൊക്കെ പോയി മരമൊക്കെ കണ്ട് പിടിച്ച് വരാം. വെറൈറ്റി സ്ഥലങ്ങളൊക്കെ വെറൈറ്റി സ്ഥലം ഇടാം. ഇതിന്റെ അച്ഛൻ ലാസ്റ്റ് പുലിയെ പിടിക്കാൻ പോയൊരു സ്ഥലമുണ്ട്. പുലിയൂരിലെ പുലിമുരുകന്റെ സ്ഥലമാണ്. സ്പീഡുള്ള വണ്ടി കിട്ടും. സ്പീഡുള്ള വണ്ടി വേണോ? ഓ, അന്ന് നമ്മള് കളി നിർത്തും. അന്ന് എന്തൊക്കെയായിരിക്കും ബ്ലൂ ഷീറ്റ് വണ്ടിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അളിയാ. ഞാൻ ഇതിട്ട് എന്തായാലും
പോർഷയാ? ട്രെയിനല്ലേ പോയി ഓ എന്റെ പോർഷയാ? അല്ലല്ല ഇത് ഇതെന്ത് IM ഏതാണ് ഇതിന്റെ പേര്? അയ്യോ ചാറ്റിൽ നീയൊന്നും എനിക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ സംസാരിക്കുന്നത് എന്റെ അടുത്ത് മറ്റേ പാപ്പിച്ചാൻ വരല്ലേ സ്വന്തം അല്ലേ മറ്റേ മാമനല്ലേ എന്നൊന്നും പറഞ്ഞ് ഞങ്ങള് ആർക്കത് കൊണ്ടത് കൊണ്ടത് നിനക്ക് കൊണ്ടെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോടാ ചില്ലറ അല്ല. ഓ ഇച്ചിരി റെസ്പെക്ട് നീ അങ്ങ് റെസ്പെക്ട് കാണിച്ചോളാം പൊണ്ടച്ചുവാനെ. നീ അങ്ങ് ഇരുന്ന് റെസ്പെക്ട് കാണിക്കും. നീ നിന്റെ മാമനെ പിടിച്ച് വീട്ടിൽ കൊണ്ടിരുത്തി 2 ഉമ്മയും കൊടുത്ത് അങ്ങനെ തലക്കൊരു ഉമ്മയും കൊടുത്തിട്ട് വിട് നിന്റെ മാമനെ പിടിച്ച്. നീ ആ റെസ്പെക്ട് വേണ്ട. അത്ര റെസ്പെക്ട് ഞങ്ങൾ തമാശക്ക് വേണം. ഞങ്ങൾ പണ്ടോട്ടെ ഇങ്ങനെയാ. നിനക്ക് അത്രയ്ക്ക് കൊള്ളുന്നില്ലെങ്കിൽ നീ കോൺവെർസേഷൻ കേൾക്കണ്ട. അത്രയ്ക്ക് ഇതാണെങ്കിൽ. അയ്യോ ഭയങ്കര ഞാനും ഇവനും ഞാനും അവനും ഞങ്ങളുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അച്ഛനെ പറഞ്ഞ് ഇതാക്കുന്നതിന് ഭയങ്കര പൊള്ളി. ഒരു തമാശ പോലും പറയാൻ പറ്റും. നീയൊക്കെ എന്ത് ജനറേഷനാടാ? നീയൊക്കെ നീ ഒരു കാര്യം ചെയ്യും. നീ അമ്മാവനായിട്ട് ജീവിക്കും നീയൊക്കെ. അല്ല എന്ത് പറയാനാ നിന്റെ അടുത്തൊക്കെ. വലിയ പാപ്പീര് ഒത്തിരി വേണ്ട ബ്രോ, ഒത്തിരി വേണ്ട. അതൊക്കെ എല്ലാം കേൾക്കാം. ഒത്തിരി വേണ്ട, ഇത്ര ഓവർ വേണ്ട. വഴിയിലൊക്കെ മൊത്തം കൊണ്ടുപോയാ കൊറേ ഒന്ന് ഇടിച്ച് തെറിപ്പിച്ചടാ. അല്ല ഞങ്ങൾ കോൺവെർസേഷൻ ഇങ്ങനെയാ. അത് ഇവനൊന്നും വേണ്ടി എന്ത് മാറ്റാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടുണ്ടെ കാണണ്ട ബ്രോ. വന്നിട്ടാ ഒരേ നിമിഷം. ഓക്കെ താല്പര്യം കാണണ്ട ഇറങ്ങിയോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിർത്തുക. ആരും ഇടിച്ച് കണ്ടെത്തി കളഞ്ഞ ഇതൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണേ. അയ്യോ ഇപ്പൊ ചെയ്യാടാ. എന്റെ കത്തിപ്പോയി ഒന്നുകൂടെ എടുക്കാൻ പറ്റുമോ? മുമ്പേ നിന്റെ കത്തിപ്പോയി നിർത്തിയായിരുന്നല്ലോ. അല്ല അത് നമ്മള് കുറച്ച് ജയിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മള് പറയുന്ന മനസ്സിലല്ലേ. അതാണ് ഓ അങ്ങനെയാണല്ലേ ജയിക്കുന്നവര് പറഞ്ഞാ ഓക്കെ, തോക്കുന്നവര് പറഞ്ഞാൽ പറ്റത്തില്ലല്ലേ. അതെന്തൊരു നിയമ. അടുത്ത കളി ജയിപ്പിച്ചു കൊടുക്ക്.